അങ്ങനെ 2025 തീരാൻ പോവാണ്. ഈ വർഷം മലയാള സിനിമയിൽ 200-ൽ പരം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ്സ്, അതാണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് മൂവീസ് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഫസ്റ്റ് സൂരജേട്ടൻ ആളുടെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ്സ് അയച്ചിട്ടുണ്ട്. 5 ഞങ്ങൾ സെലക്ട് ചെയ്തോളൂ. ഇഷ്ടംപോലെ ഫേവറേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു പേഴ്സണലി ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു 5 മൂവീസ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂര്യചേട്ടൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മൂവീസാണ് ഞാൻ ആദ്യം വായിക്കാൻ പോണേ. രേഖാചിത്രം, പൊന്മാൻ, തുടരും, എക്കോ, സർവമായ, ഈ 5 മൂവീസാണ് എൻ്റെ മൂവീസ്. എനിക്ക് അയച്ചിരിക്കുന്നത് രേഖാചിത്രം, തുടരും, പടക്കളം, ലോക, എക്കോ. അപ്പൊ ഇതിലിപ്പോ കോമൺ ഏതൊക്കെയാണ്? രേഖാചിത്രം ഉണ്ട്, തുടരും ഉണ്ട്, എക്കോ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3 സിനിമകളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അതെ, അപ്പൊ കോമൺ ആയിട്ട് രേഖാചിത്രമാണുള്ളത്. എന്തുകൊണ്ട് രേഖാചിത്രം ഇഷ്ടപ്പെട്ടു? എന്റെ റീസൺ രേഖാചിത്രം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പറയാം, ഇതിപ്പോ നമ്മൾ ഇതില് ഹിറ്റായ സിനിമകളോ നമ്മളൊന്നും നോക്കിയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അതിന്റെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പൊ രേഖാചിത്രം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു മൂവി, പിന്നെ എന്താ പറയാ ഒരു സത്യസന്ധമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ആ കാതോട് കാതോരത്തിന്റെ ആ ഒരു നൊസ്റ്റാൾജി, മമ്മൂട്ടി ചേട്ടൻ, അതായത് ആ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷവും നമ്മൾ 2 ദിവസം ആ സിനിമയെ കുറിച്ച് തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറെ കാണാതായതും എന്തോ ഈ പറഞ്ഞ കാതോട് കാതോരത്തിന്റെ ഒരു ഇതുള്ളത് കൊണ്ടും പഴയ ഒരു കാലഘട്ടം വീണ്ടും ഒരു കാണിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കും, എന്തൊക്കെയോ കൊണ്ടും കാരണം കൊണ്ട് ആ സിനിമ ഫേവറേറ്റ് ആയി. എനിക്കും അതെ. മെയിനായിട്ട് എനിക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ള സിനിമ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ ഉദയനാണ് താരാണ്. അപ്പൊ അതേപോലെ ഒരു പടമാണ്. അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ നൊസ്റ്റാൾജിക് ഫീൽ പ്ലസ് ഒരു പുതിയ ഒരു അനുഭവം, ലൈക്ക് ക്രൈം ത്രില്ലർ നോക്കി അതും കിട്ടും. പിന്നെ നമുക്ക് നൊസ്റ്റാൾജി അടിക്കാനുള്ള കുറച്ച് മമ്മൂട്ടിയുടെ ആ എലമെന്റ്സും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വന്നപ്പോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് ഇപ്പൊ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് അതൊരു വെറും ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ ചിലപ്പോൾ അതൊരു ആവറേജ് സിനിമയായിട്ട് പോരുന്നത്. അതിൽ ഈ പറയുന്ന കാതോട് കാതോര മിക്സ് വന്നപ്പോഴാണ് അതിനൊരു പുതുമ വന്നത്, നമുക്കത് കൂടുതൽ ഒരു ഇഷ്ടം തോന്നി. എനിക്കും ആ മെയിൻ റീസൺ കൊണ്ട് ആ നൊസ്റ്റാൾജിക് ഫീലും കൂടെ കൊടുത്തിട്ട് നമുക്ക് ക്രൈം ത്രില്ലർ സമ്മാനിച്ചപ്പോ അതൊരു സ്പെഷ്യൽ ഒരു ടൈപ്പ് മൂവി ആയി മാറി. അതാണ് എന്റെയും. ഇനിയിപ്പോ അടുത്തത് ഏതായിരുന്നു? അടുത്തത് തുടരും. കാരണം എന്ന് പറഞ്ഞാൽ പടം ഞെട്ടിച്ചു തന്നെയാണ്. കാരണം അത് ഇപ്പൊ സൗദി വെള്ളയ്ക്കൊക്കെ ചെയ്ത, ഓപ്പറേഷൻ ജാവൊക്കെ ചെയ്ത തരുൺ മൂർത്തിയുടെ ഒരു മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു എന്താ പറയാ ഒരു ഫാമിലി സബ്ജക്ട്, സാധാരണ പോലെ സബ്ജക്ട്. പക്ഷെ അത് കുറെ നാളുകൾക്ക് ശേഷം, അതായത് ഒന്ന് എമ്പുരാന്റെ ഒരു ക്ഷീണം ഉണ്ട് എന്തൊക്കെ പറഞ്ഞുതരാം, അപ്പൊ അത് കഴിഞ്ഞിട്ട് തുടരും കാണാൻ പോയപ്പോൾ നമ്മളെ കൂടുതൽ ഞെട്ടിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോൾ കൂടുതൽ ഞെട്ടിച്ചു. മോഹൻലാലിന് എത്രയോ നാളുകൾക്ക് ശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന, എത്ര നാളുകളല്ലെങ്കിലും, കാരണം എമ്പുരാൻ നമ്മൾ വിചാരിച്ച പോലെയല്ല വന്നത്. അപ്പൊ അതാണ് എനിക്ക് ആ ഒരു സിനിമ കൂടുതൽ ഫേവറേറ്റ് ആവാൻ കാരണം. എനിക്ക് ഇപ്പൊ പറയാൻ നമുക്ക് ലാലേട്ടന്റെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ലാലേട്ടൻ നെട്ടിച്ചു, തരുൺ മൂർത്തിയുടെ ഡയറക്ഷൻ, മ്യൂസിക് എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. പിന്നെ ലാലേട്ടന്റെ ഒരുപാട് നമ്മൾ മിസ് ചെയ്ത ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫേവറേറ്റ് ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു ചെറിയൊരു പോർഷനുള്ളൂ. നമുക്ക് ആ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴായിരിക്കും ആ ഒരു കെവിൻ നീതു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ആ മൂവി റിയൽ ലൈഫായിട്ട് ഇതേപോലെ ഒരുപാട് കേസസ് ഉണ്ട്. അങ്ങനെ ഒരു കണക്ഷനും കൂടെ വന്നപ്പോൾ ഇറ്റ്സ് സംതിങ് ഡിഫറെൻ്റ് ആയി തോന്നി. കാരണം നമ്മൾ സാധാ ഒരു ഹൈപ്പ് അടിച്ച് അല്ലെങ്കിൽ ലാലേട്ടൻ മൂവീൻ്റെ അപ്പുറം ഇതേപോലെ ഒരുപാട് കേസസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ ഒരു ഇമോഷണൽ സാധനം വന്നതുകൊണ്ട് എനിക്ക് ഈ മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് കേസസ് ഉണ്ട്, റിയൽ ലൈഫ് ഇൻസിഡൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവി ഭയങ്കര ക്ലോസ് ആയത്. ഇതേപോലെ ഈ ഫേവറേറ്റ് ലിസ്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതേപോലെ ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് റിയൽ ലൈഫായിട്ട് ഒരു ചെറിയ പോർഷനെ കാണിച്ചിട്ടുള്ളൂ. അത് എനിക്ക് ഭയങ്കര ടച്ചായ ഒരു മൂവിയാണ് നരിവേട്ട. അതും ഇതേപോലെ തന്നെ എനിക്ക് റിയൽ ലൈഫ് ഇൻസിഡൻസ് അതേപോലെ അതിൻ്റെ ആ ഒരു ഈക്വൽ നമുക്ക് ആ ഫീൽ വരുന്ന രീതിയിൽ വരുന്ന മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നരിവേട്ട എനിക്ക് ആ ഒരു ഫീൽ തന്ന മൂവിയാണ്. അതേപോലെ ഈ തുടരും ആ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായത്. നരിവേട്ട എന്റെ ഫേവറേറ്റ്സ് ആണ്. പക്ഷെ ഈ ലിസ്റ്റിൽ നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ, അതുകൊണ്ട് എടുത്തു. അടുത്തത് നമ്മുടെ കോമൺ
എക്കോ ഈ പറയുന്ന പോലെ കിഷ്കിന്ധകാണ്ഡം നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അതിനെക്കാട്ടൊക്കെ എത്രയോ ഒരു മികച്ച സിനിമയായിട്ടാണ് എക്കോ തോന്നി. പിന്നെ പ്രതീക്ഷ നീ പറഞ്ഞ പോലെ നമ്മൾ ഒന്നും അറിയാതെ സിനിമ പോയി ഫസ്റ്റ് ഷോ കാണുന്നു. എനിക്ക് അതില് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ അവരുടെ ആ ഒരു പശ്ചാത്തലം, അതിന്റെ കാസ്റ്റിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. അതായത് നമുക്ക് ആരാണ് അതിലെ ഹീറോ, ആരാണ് വില്ലൻ, ആരാണ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റാത്ത, പിന്നെ അതിന്റെ അവസാന നിമിഷം വരെ, അതായത് ടെയിൽ എൻഡ് വരെ സസ്പെൻസ് നിറച്ചു വെച്ച് ആ ഒരു സിനിമ, ആ ഒരു മൂഡിൽ അവർ ആ ഒരു സിനിമ എടുത്തത് നല്ല, എന്താ പറയാ, നല്ല ഒരു രസമായിട്ട് ഒരു ഫീല് കിട്ടി ആ ഒരു സിനിമ. എനിക്കതെ ഇപ്പൊ കിഷ്കിന്ധകാണ്ഡം എന്ന് പറയുമ്പോ ഇച്ചിരി കൂടെ കാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ കാസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇതില് സന്ദീപ് മാത്രമേ നമുക്ക്, കാരണം പടക്കളം കഴിഞ്ഞിട്ട് സന്ദീപ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫേവറേറ്റ് ആയിട്ട് വന്നതാ. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് മാത്രം ഒരു സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പുറത്ത് ഇപ്പൊ നരേനും വിനീതും ഒക്കെ സ്റ്റാർസ് ഉണ്ട്, പക്ഷെ അവരൊന്നും ചെയ്യാത്ത തരത്തിൽ അവരെ കൊണ്ടിട്ടപ്പോ നമുക്ക് ഇത് എങ്ങോട്ടാണ് ഇവരുടെ ക്യാരക്ടർ പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നരേനാണെങ്കിലും വിനീതാണെങ്കിലും കുറെ സപ്പോർട്ടിങ് റോൾസും ക്യാരക്ടേഴ്സും ചെയ്ത് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ വന്നവരാ. പക്ഷെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് കിഷ്കിന്ധകാണ്ഡം നോക്കിക്കഴിഞ്ഞാല് വിജയരാഘവൻ, ആസിഫ് അലി, അപർണ അങ്ങനെയൊക്കെ ആകുമ്പോ ഇതില് അത്രയും കാസ്റ്റുകളില്ല. പക്ഷെ ആ ഒരു മൂവി ഒരു തരുന്നൊരു ഫീൽ ഉണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ, ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ ഒരു പെറ്റിനെ വളർത്തുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡോഗ്സ് ആയിട്ട് ഭയങ്കര ക്ലോസ്നെസ് ഉണ്ട്. സോ അതും കൂടി റിലേറ്റഡ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി മൂവി ഒരു പേഴ്സണലൈസ്ഡ് ഫീൽ ആക്കി തന്നത്. കാരണം ഐ നോ ലൈക്ക് നമ്മൾ ഡോഗ്സ് എങ്ങനെയാണ് നമ്മളോടുള്ള അവരുടെ ഫീലിങ്സും അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനത്തെ മൂവീസും ഇപ്പൊ എനിക്ക് വർക്കാവും. പെറ്റിനെ വളർത്തുന്ന ഒരാളായോണ്ട് എനിക്ക് ആ ഒരു ഫീല് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് അതുകൊണ്ട് അങ്ങോട്ടാണ് എനിക്ക് ഈ മൂവി കുറച്ചും കൂടെ ഒരു കണക്ഷൻ വന്നത്, ഒരു ഇമോഷണൽ കണക്ഷൻ വന്നത്. പിന്നെ നമ്മുടെ കോമൺ മൂവീസ് കഴിഞ്ഞു. പൊന്മാനും സർവ്വമായാണ്. അതിലിപ്പോ പൊന്മാൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബേസിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊന്മാന്റെ ആ ചെറുകഥ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അത് സിനിമയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ബേസിൽ ഭയങ്കരമായിട്ട് പൂണ്ട് വിളയാടിയ ഒരു ബേസിൽ ഒരു ഫാക്ടറാണ്. പിന്നെ ആ സിനിമ അവർ കൊണ്ടുപോയത്, ആ ഒരു സിനിമ എന്താ പറയുക, നമ്മളൊരു ഈ ചെറുകഥ വായിക്കുന്ന ഒരു സുഖം പോലെ തന്നെ അതിന്റെ അവസാനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇവരെങ്ങനെയൊക്കെയാണ് അവരുടെ ക്യാരക്ടറൈസേഷൻ പോകുന്നത്, എന്തോ ഭയങ്കരമായിട്ട് ഒരു ഫീല് കിട്ടിയെന്ന് നമ്മൾ പറയുമല്ലോ. അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ബേസിൽ തന്നെയാണ് ആ ഒരു ഫാക്ടർ. പിന്നെ ആ ഒരു പശ്ചാത്തലം, അവർ ആ ചെറിയൊരു എലിമെന്റിനെ ബേസ് ചെയ്തിട്ട് അവർ അതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് കാസ്റ്റ് ആണെങ്കിലും, ലിജോ മോൾ ആണെങ്കിലും, നമ്മുടെ മറ്റേ അമ്പാൻ ആണെങ്കിലും, പിന്നെ ആ ഫ്രണ്ട്സ് ആയിട്ട് വന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയുന്നത് അത് അങ്ങനെ, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും പൊന്മാൻ ഇഷ്ടമായി, പക്ഷെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നുള്ളൂ. പക്ഷെ പൊന്മാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൗതുകം കൊണ്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആ മൂവി കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഇൻസിഡൻസ് നടന്നുകൊണ്ടല്ല, ഇങ്ങനെ ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ആ പ്ലേസിൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ആ റിയലൈസേഷൻ എനിക്ക് പൊന്മാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ ബുക്ക് എടുത്തിട്ട് ആരൊക്കെ പൈസ തന്നു, അത് വെച്ചിട്ട് സ്വർണം മേടിക്കുന്നു, അതെനിക്ക് എനിക്ക് പരിചയമില്ലാത്തൊരു സംഭവമായിരുന്നു. ഈ മൂവി കണ്ടപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി അറിയുന്നതും ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഈ നാടുകളിൽ, ലൈക്ക് ഒരു ക്ലോസ് ആയി വില്ലേജ് ടൈപ്പ് സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു കൗതുകം തോന്നി. ശേഷം പിന്നീട് കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ട് പല സ്ഥലത്തും തൃശ്ശൂരിലൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ഇത് യങ്സ്റ്റേഴ്സിന് ഇപ്പൊ പരിചയമുള്ളവർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കൊല്ലം പോലെയുള്ള അവിടെ ഉള്ളവർക്കും അറിയായിരിക്കും. പക്ഷെ അല്ലാത്ത യങ്സ്റ്റേഴ്സിന് ഒരു പുതിയൊരു ക്യൂരിയോസ് അല്ലെങ്കിൽ ഒരു കൗതുകം, ഒരു പുതിയൊരു അറിവും കൂടി ഈ മൂവിക്ക് കിട്ടിയോണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത്. പിന്നെ സർവ്വമായ അല്ലെ, സർവ്വമായ പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ പൊന്മാനില് ബേസിൽ എന്ന് പറഞ്ഞ പോലെ സർവ്വമായ, അതായത് സർവ്വമായ നല്ലൊരു സിനിമയാണ്. അതായത് അഖിൽ സത്യൻ, ഒരു സത്യൻ അന്തിക്കാടിന്റെ ഒരു പാറ്റേണുള്ള സിനിമയിൽ ഒരു ഹൊറർ എലിമെന്റ് വന്നു, വളരെ ലൈറ്റ് ആയിട്ട് രസിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്തു. പക്ഷെ അത് നിവിൻ ആയതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ ഫേവറേറ്റിൽ വന്നത്. കാരണം നിവിന്റെ ഒരു തിരിച്ചുവരവ് കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്നു, അതിന് ആപ്റ്റ് ആയിട്ടുള്ള സിനിമ. ഇതിപ്പോ നിവിന് പകരം
വേറൊരു നടനാണെങ്കിൽ ചിലപ്പോൾ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരില്ലായിരിക്കും. കാരണം അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ അല്ലെങ്കിൽ അതൊരു യൂഷ്വൽ സിനിമ പോലെ പോകുമായിരുന്നു. പക്ഷെ നിവിൻ വന്നപ്പോൾ അതൊരു നിവിൻ സിനിമയായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ. അതെ, പിന്നെ നിവിനും ഒരു കംബാക്ക് മൂവി കുറെ നാളുകളായി നമ്മൾ കാത്തിരിക്കുന്നു. 2025 അവസാനിക്കുമ്പോൾ മുന്നേ തന്നെ നിവിൻ ആ കാത്തിരുന്ന ഒരു സംഭവം ഇപ്പൊ തന്നെ നമ്മളിപ്പോ സംസാരിക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു നിവിൻ പല റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. അതായത് ഇപ്പൊ നിവിന്റെ ആദ്യത്തെ 100 കോടി എത്തും പറയുന്നു, 50 കോടിയൊക്കെ കടന്നു. പല ഇവിടുത്തെ താരങ്ങളുടെ ഇനീഷ്യൽ വീക്കെൻഡ് കളക്ഷനൊക്കെ നിവിൻ ബ്രേക്ക് ചെയ്തു പറഞ്ഞു. ഇതാണ് ഒരു തിരിച്ചുവരവ്. അങ്ങനെ സംഭവിക്കട്ടെ, ആദ്യത്തത് 100 കോടി ആവട്ടെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൂടെ ഇപ്പൊ 5 എണ്ണം, ഇത് ഈ 5 എണ്ണം ഫേവറേറ്റ് ആവാൻ കാരണം ഞാൻ പറഞ്ഞു. ഇതല്ലാതെ വേറെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സനയുടെ ലിസ്റ്റിൽ ലോകയും പടക്കളും ഉണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കളങ്കാവലുണ്ട്, ഈ പറഞ്ഞ പോലെ നരിവേട്ട ഒരു ജെന്യൂൻ ആയിട്ടുള്ള സിനിമയാണ്. കുറെ സിനിമകൾ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ 5 എണ്ണത്തിനും ഈ ഒരു പ്രത്യേക കാരണങ്ങളോട് എന്റെ ഫേവറേറ്റ് ആണ്. എനിക്കിപ്പോ പടക്കളം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് ഫേവറേറ്റ് ആയി, ലൈക്ക് അത് എടുത്ത് എനിക്ക് നമ്മൾ പറയില്ല അണ്ടർ റേറ്റഡ് മൂവി അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത മൂവി, അത് കറക്റ്റ് പടക്കളത്തിന് സ്യൂട്ട് ആവുന്നതാണ്. ഈ 2025 OTT ഇറങ്ങിയപ്പോഴാണ് പടക്കളം പിന്നെയും ശ്രദ്ധിക്കപ്പെട്ടത് തോന്നുന്നു. തിയേറ്ററിൽ അത്രയും തിയേറ്ററിൽ ഓടി, കാരണം തിയേറ്ററിൽ തന്നെ ലാഭം കിട്ടിയ സിനിമയാണ്. ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്ത്. അത് വിജയ് ബാബു തന്നെ പറഞ്ഞു തിയേറ്ററിൽ ലാഭമാണ്. പക്ഷെ OTT ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ ചർച്ച. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഡിസേർവ്സ് മോർ. കാരണം ഇതുവരെ കാണാത്തൊരു ടൈപ്പ് കഥ, ഒരു ഫാന്റസിയാണ്. പക്ഷെ അത് ആ സന്ദീപ് പിന്നെ സന്ദീപിന്റെ ഫ്രണ്ട്സ് ഷർഫുദ്ദീൻ സുരാജ് ഇവര് 3 പേരും കൂടെ അത് ആ പാക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ത്രൂ ഔട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഇറ്റ് ഡിസേർവ്സ് മോർ. കാരണം തിയേറ്ററിലായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു മൂവി വന്നു കഴിഞ്ഞു, അതൊരു മൗത്ത് പബ്ലിസിറ്റി കൂടെ സർവൈവ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഓടും മൂവി, ഹിറ്റാവും, ബ്ലോക്ക് ബസ്റ്റർ ആവും. അങ്ങനെ പല മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസേർവ് ചെയ്തൊരു മൂവിയാണെന്ന് എനിക്ക് തോന്നി പടക്കളത്തിന്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അതെന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നുള്ളത്. പിന്നെ ലോക, അത് പിന്നെ എല്ലാവർക്കും അറിയാം എന്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു 5 എണ്ണത്തിന്റെ താഴെയാണ്. അതിന്റെ കാരണം ലോകം മോശമായതുകൊണ്ട് ഒന്നുമല്ല, പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ 5 എണ്ണം എന്റെ ടോപ്പിൽ വന്നു. പക്ഷെ എനിക്ക് ലോകം എന്തുകൊണ്ട് ഫേവറേറ്റ് ആയെന്ന് വെച്ചാല് എല്ലാം കൊണ്ട് ടോപ്പാണ് മൂവി, അതറിയാം. അത് പ്രത്യേകിച്ച് ലോകിനെ പറ്റി പറയണ്ട. പക്ഷെ എന്തുകൊണ്ട് എന്നെ ഫേവറേറ്റ് ആയെന്ന് പറഞ്ഞാല് നമ്മള് പലപ്പോഴും മറന്നു പോകുന്ന ഒരു കഥ, അല്ലെങ്കിൽ കേട്ട് മറന്നതാണ് ഈ കല്യാങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ സത്യം പറഞ്ഞ കല്യാങ്കാട്ട് നീലി നമ്മൾ ഡിസ്കസ് പോലും ഇല്ലാതിരുന്നു. അങ്ങനെ മറന്നു പോയൊരു ക്യാരക്ടറിനെ ഒരു പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പണ്ടത്തെ കഥ കേട്ടേലും പുള്ളിക്കാരി ഡിസേർവ്, ലൈക്ക് ഒരു ബുദ്ധിമുട്ടി മരിച്ച ഒരാളാണ്. ലൈക്ക് അങ്ങനെ കഥ നമ്മളും കേട്ടേക്കണത്. പക്ഷെ അതൊരു പ്രസന്റ് ചെയ്തു. നമ്മൾ മറന്നുപോയ കുറച്ച് ക്യാരക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്നു പ്രസന്റ് ചെയ്തു. നമ്മൾ പുറത്തുനിന്ന് ഒരു ക്യാരക്ടേഴ്സ് എടുക്കാണ്ട് നമ്മുടെ മലയാളത്തിന്റെ ആ ഒരു മിത്തോളജി തന്നെ ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെന്റ്. അതുകൊണ്ട് എനിക്ക് ലോകം ഭയങ്കര ഇഷ്ടമായത്. അത് കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പാർട്ട് ഇതുകൊണ്ടാണ് എന്റെ ഫേവറേറ്റ്. നീലി ആണ് എന്നെ ശരിക്കും അട്രാക്ട് ചെയ്തത്. നീലി, ചാത്തൻ, അങ്ങനെ അതൊക്കെയാണ് എന്നെ ഇതിലോട്ട് കൂടുതലും അട്രാക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ്. ഇപ്പൊ ഇതില് ലിസ്റ്റിൽ പറയാത്ത ഇപ്പൊ നമ്മൾ ആലപ്പുഴ ചിങ്കാന ഡയസറേ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അതും ഈ പറഞ്ഞ പോലെ പ്രണവ് വരുള്ളൂ വന്നിട്ട് ഞെട്ടിച്ചു പോകും. ആ ഡയറക്ടറും രാഹുൽ സദാശിവനും ഞെട്ടിച്ചതാണ്. അത് ലിസ്റ്റുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കൊരു 5 എണ്ണം പറയാനുള്ള ഒരു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചോണ്ട് ഇതൊക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇനി എല്ലാ മൂവീസും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ നോക്കണെങ്കിൽ എനിക്ക് ഹൃദയപൂർവ്വം ഇഷ്ടമായി. അങ്ങനെ പിന്നെ എനിക്ക് ആസിഫിലെ ആഭ്യന്തര കുറ്റവാളി തിയേറ്ററിൽ അധികം പേര് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. പക്ഷെ അത് അത്യാവശ്യം കണക്ട് ആയ ഒരു സിനിമയാണ്. കാരണം അതൊരു ഈ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മള് ഫീൽ ഗുഡ് മൂവിയാണ്. കുറെ ഉണ്ട്. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ മലയാളം സിനിമ ഈ 2025 ഒരുപാട് പേര് കംബാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കാത്തിന് ലാലേട്ടൻ മൂവി കിട്ടി, ദിലീപേട്ടൻ മൂവി കിട്ടി, ബബ്ബ ഈ പറഞ്ഞ പോലെ തന്നെ പല ഒപ്പീനിയൻ വന്നാൽ പോലും ബബ്ബ തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ തന്നെ ഒരു എപ്പിസോഡ് ചെയ്തതാണ്. കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു പഴയ ദിലീപിനെ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ലോജിക് ഒന്നും കാണാതെ ഒരു മാസ് ആഘോഷപ്പെടാൻ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സിനിമ തന്നെയാണ്. കുറെ പേരുടെ കംബാക്ക് നമുക്ക് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം മമ്മൂക്കയും ആസിഫ് അലി അങ്ങനെയുള്ള ഒരു സ്കോർ ചെയ്ത ഇത്തവണ ലാലേട്ടൻ സ്കോർ ചെയ്തു, ദിലീപ് ഉണ്ടായിരുന്നു, നിവിൻ പോളി, അങ്ങനെ ഇഷ്ടം പോലെ സ്കോർ നമുക്ക് കാണാൻ പറ്റി. പിന്നെ നമുക്കൊരു ലേഡി സൂപ്പർ സ്റ്റാർ പോലെ കല്യാണി പ്രിയദർശൻ വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. ഇപ്പൊ പറഞ്ഞ പോലെ ഡൈസീറ. അപ്പോ അങ്ങനെ നോക്കുമ്പോ 2025 മലയാളം മൂവീസിന് ഒരു റിച്ച് ടൈം എന്ന് നമുക്ക് പറയാം.
ഇനിയിപ്പോ 2026 ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വെയിറ്റ് നോക്കാം. ചെയ്യുന്നുണ്ട് കുറെ മൂവീസ്. നമ്മൾ അതേപോലെ തന്നെ 2026 ഡബിൾ റിച്ച് ആവട്ടെ. അതെ. പ്രത്യേകിച്ച് മലയാളം മൂവി നമ്മൾ എല്ലാ ഇൻഡസ്ട്രീസും നോക്കി കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം മൂവീസ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു കൂടുതൽ നല്ല മൂവീസ് വരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് എന്തൊക്കെയായിരുന്നു 2025 എന്നുള്ളത് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോമൺ പോലെ അവർ പറയുന്നത് അവർക്കും നിങ്ങളും ഒരു 5 മൂവീസ് ലിസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യണം. നമുക്ക് നോക്കാം എത്ര കോമൺ ഉണ്ടാവും. ഞങ്ങളുടെ ഒപ്പീനിയനും നിങ്ങളുടെ ഒപ്പീനിയനും മാച്ച് ആവുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ.